ഫോണ് പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പൊട്ടി. എടാ എന്ത് ബുദ്ധിശൂന്യത ഈ കാണിക്കുന്നതിന്റെ ഫാസ്റ്റിൽ നീ ഇപ്പൊ ചെയ്ത പണി എന്താ നിനക്കറിയോ? അറിയോ കനക? എന്നെങ്കിലും നീ എന്നെ ഈ അവസ്ഥയെ കണ്ടിട്ടുണ്ടാ? 2-3 ദിവസമായി വീട്ടിൽ തുടങ്ങിയിട്ട് ഞാൻ പറയാവുന്നതിൻ്റെ പരമാവധി പറഞ്ഞു. ഞാൻ ഇവളുടെ കൂടപ്പറപ്പുകളെ എൻ്റെ സ്വന്തം പോലെയല്ലേ കാണണ്ട. ഇവൾക്ക് അങ്ങനെയല്ല. എൻ്റെ ഉമ്മയും ഞാനും വേറെയാണ്. എനിക്ക് ആകെ ഒരു പെങ്ങളുള്ളൂ. അവൾ ആദ്യമായിട്ട് എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാണ്. അത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല, ഒന്ന് അവർ കിട്ടുന്ന ലോണിനൊന്ന് ജാമ്യം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് അവൾ സമ്മതിക്കണില്ല. ഇതിലിപ്പോ നീ കെട്ടി തൂങ്ങി ചത്തിട്ടെന്നാ കാര്യം. കനക എൻ്റെ ആത്മാർത്ഥം കൊണ്ടല്ല എൻ്റെ പേരിൽ എഴുതി വെക്കാൻ പോയത്. വേണ്ട, അവളുടെ സ്വർണം ഞാനെടുത്ത് ചെലവാക്കിയാണ് അവളുടെ പേരിലോട്ട് എഴുതി കൊടുത്തു എന്ന് പറഞ്ഞത് എൻ്റെ ആത്മാർത്ഥം കൊണ്ടല്ലേ. അപ്പോൾ തങ്കം അവള് ഞാൻ ചോദിക്കുമ്പോൾ എന്നെ സഹായിക്കണ്ടേ? നിങ്ങൾ പറ, മര്യാദ പറ. എന്റെ പൊന്ന് ഫാസിലെ, ഇതിനേക്കാളും വലിയ കിണറും വലിയ മരങ്ങളും ഉള്ള ആ വീട് കളഞ്ഞിട്ട് നീ എന്തിനാണ് ഇവിടെ വന്നത് ആത്മഹത്യ ചെയ്യാൻ? അല്ലെങ്കിൽ തന്നെ ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെയൊക്കെയാണോ വഴക്കിടണ്ടേ? ചെറിയ കാര്യവും ജമന്തിക്ക് അറിയാമോ? എനിക്ക് ആകെയുള്ളൊരു കൂടപ്പിറപ്പ് എൻ്റെ പെങ്ങളാണ്. ഇവള് ഞങ്ങളെ രണ്ടുപേരും രണ്ടായിട്ടാ കാണുന്നത്. അവളുടെ വീട് വേറെ, എൻ്റെ വീട് വേറെ. ഞാൻ ഇവളുടെ ആങ്ങളിനെ ഇവളുടെ വാപ്പാനും ഉമ്മാനെ ഒന്നും വേറെ ആയിട്ട് കണ്ടിട്ടില്ല. കുടുംബമാകുമ്പോൾ ഇതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ കുടുംബത്തിലുള്ളതാണ്. അതിന് ഒരാൾ പോയിട്ട് ആത്മഹത്യ ചെയ്യാന്ന് പറയുന്നത്, ഒന്നാമത് ഈ ആത്മഹത്യ ചെയ്യാൻ പോവാന്ന് പറയുന്നതിന്റെ ഭീരുക്കളുടെ ലക്ഷണമാണ്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാനും പറ്റൂടോ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു പരിഹാരമുണ്ട്. ഞാൻ എന്തിനാന്ന് കഷ്ടപ്പെട്ട് ഇനി ഇവക്ക് വില എടുത്ത് കൊടുക്കണം മരിക്കുന്നവരെ? എന്റെ വാക്കിന് വിലയില്ലെങ്കിൽ ഞാൻ ഇനി ഇവളുടെ കൂടെ ജീവിക്കണോ? വാക്കിന് വില കൽപ്പിക്കാത്തതുകൊണ്ടാണ് അവള് നിന്റെ കൂടെ ഇത്ര നാൾ ജീവിച്ചത്. ഈ ചെറിയ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഴക്കൂടേണ്ട വല്ല കാര്യമുണ്ടോ? ഇതിപ്പോ 2-3 ദിവസമായി തുടങ്ങിയിട്ട് ഞാൻ ആവുന്നത് ക്ഷമിച്ച് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഞാൻ പരമാവധി സമയം ഇവിടെ കയറി ഇറങ്ങണം. നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തെങ്കിലും ഒരിത്തിരി സമാധാനം കിട്ടുന്ന ഈ കുടുംബത്ത് വരുമ്പോഴാണ്. ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വന്നത്. ഇങ്ങോട്ട് അതല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്. നിനക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞൂടെ? ഞങ്ങൾ ഇത്ര ആളില്ലേ? ഇനിയും നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഞങ്ങളോട് പറ. എല്ലാരും കൂടെ കൂടിയിട്ട് നമുക്ക് ഇതിന് തീരുമാനം ഉണ്ടാക്കാം. എന്താണ് അളിയാ പ്രശ്നം? എന്താണ്? എന്റെ ക്ലീറ്റസേ, എന്റെ പെങ്ങൾ ആകെ ഒരു പെങ്ങളല്ലേ ഉള്ളൂ. അവളുടെ കെട്ടിയാൻ ഒരു ആവശ്യം വന്ന് 2 ലക്ഷം രൂപ. അപ്പൊ അവര് ഒരു ലോൺ എടുക്കാൻ നേരത്ത് എന്റെ ഭൂമി ഒന്ന് ജാമ്യം നിൽക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞ്, വെറുതെ ഒരു സെക്യൂരിറ്റി. ഞാനത് ഇവളുടെ പേരിലാണ് ആക്കിയേക്കണം. അവളോട് ചോദിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റുമോ തങ്കം? ഞാൻ തരാമെന്ന് അളിയനോട് വാക്കും കൊടുത്ത്. എന്റെ ഭാര്യയല്ലേ, ഞാൻ പറഞ്ഞാൽ കേൾക്കൂന്ന് കരുതി. ഞാൻ അത് വന്ന് ഇവളോട് പറഞ്ഞപ്പോ ഇവള് എന്നെ കൊല്ലാൻ പറ്റി. എന്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് അവള് തരൂലെന്ന്. അപ്പൊ ഇവളുടെ മനസ്സെന്താണ്? ഇവളുടെ ഞാനൊരു കാര്യം പറയാം. ഈ ഒരു പ്രമാണത്തിന്റെ പേരിലാണ് നീ ആത്മഹത്യ വന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനൊക്കെ എന്നേ ആത്മഹത്യ ഉണ്ട്. മനുഷ്യന്റെ ക്ഷമ ചിലപ്പോ കയ്യിൽ നിന്ന് പോകുന്നു. നമുക്ക് നിയന്ത്രണത്തിൽ കിട്ടിയില്ല, എന്താ ചെയ്യണ? ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോ 2 പേരും ക്ഷമിക്കണം. അല്ലാതെ വാശിപ്പുറത്ത് എന്ത് തോന്നിയാസം കാണിക്കാന്ന് വിചാരിച്ചാ ഷാഹിന് ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? പറയാ അതിന്റെ പരിഹാരം എന്താന്ന് വെച്ചാ. മാത്രല്ല ഇവനെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ആത്മഹത്യക്ക് ഉറങ്ങി പുറപ്പെട്ടുള്ള ഇവന്റെ കൂടെ ഒരു പെണ്ണ് എങ്ങനെ താമസിക്കും? അങ്ങനെ വേണം ആലോചിക്കുക. 2 പേരും വന്നിട്ട് മിണ്ടാതിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമുക്ക് ക്ഷമയും സമാധാനവും ഒക്കെ വേണം. അതുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പറ. ഞാൻ അനുസരിക്കാം. വെറുതെ പൂങ്കണ്ണീര് ഒഴുക്കാനാണ്. ഉള്ളൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കണം. അല്ല ഫാസിലെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. എന്ത് പ്രശ്നം എവനുണ്ടായാലും നീയല്ലേ അവനെ ഉപദേശിക്കണം. എന്നിട്ട് നീ ഇപ്പൊ ഇങ്ങനെ ഒരു തോന്നിയാസം കാണിക്കാൻ നിന്നാ? ഞാനിപ്പോ ഒരു വഴക്കുണ്ടാക്കിയിട്ട് ഇവനോട് പറയാന്ന് ഓർത്താണ് ഇവിടെ വന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ നിങ്ങൾ പോകാൻ നിൽക്കല്ലേ? ഞങ്ങൾ എവിടേക്ക് പോണതെന്ന്? ഞങ്ങളൊരു സർക്കസിൽ പോണതാണ് അത്ര വലിയ വിഷയം. നിനക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? പക്ഷെ നീ ഇപ്പൊ ചെയ്തോണ്ടല്ലോ അങ്ങേറ്റത്തെ തെണ്ടിത്തരാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. മാത്രമല്ല, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ കള്ളു കുടിക്കരുത്. അത് പ്രശ്നം വേറെ രീതിയിലേക്ക് പോകും. അതൊന്നും പാടില്ല. കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. ഭയങ്കര മോശമായി പോയി. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതായിരുന്നു വിഷയം എന്നുണ്ടെങ്കിൽ നിനക്ക് എന്നോട് പറഞ്ഞൂടെ? അതിനിപ്പോ തങ്കുണ്ട് അവിടെ, ജമന്തി ഉണ്ട്, അവരെല്ലാരും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കേൾക്കാതിരിക്കുമോ? കനക, ഞാൻ അളിയന് കൊടുത്തൊരു വാക്കാണ്. എനിക്കത് പാലിക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അത് നിന്റെ ആ ഒരു തീരുമാനം വളരെ നല്ലതാണ്. അളിയന്മാരോട് വാക്ക് കൊടുത്താൽ അത് പാലിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അവള് തരുന്നില്ല നോക്കി,
തരുന്നില്ല, അതാണ് ഞാൻ അതാ ഞാൻ പറയുന്നത്. തരുന്നില്ല എന്ന് വെക്ക്. ഈ തരുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഇതിനകത്ത് വാശിക്കുന്നല്ല. അപ്പം അത് വേണ്ടെന്ന് വിചാരിക്കാം, പഠിക്കാൻ പറ്റണം നിനക്കും. എന്നിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെ ആരുടെയെങ്കിലും വേറെ എത്ര ആൾക്കാരില്ലേ സുഹൃത്തുക്കളായിട്ട്, അവരുടെ ആധാരമോ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് വെക്കണം. ഇല്ലെങ്കിൽ നിനക്ക് എന്നോട് ചോദിച്ചൂടെ? ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾക്ക് ആത്മഹത്യയാണോ ചെയ്യേണ്ടത്? അത് നമ്മുടെ കൺമുമ്പിൽ വന്നിട്ട്. ഇപ്പൊ ഇവിടെ കാണിച്ചു കൂട്ടിയ സംഭവങ്ങളൊക്കെ കണ്ടല്ലോ ഷാഹിദ. എന്തെങ്കിലും സംഭവിച്ചു പോയാ ഈ സ്ഥലം കൊണ്ട് ആർക്കും പ്രയോജനമില്ല. അവൻ എന്തെങ്കിലും പറ്റിയിട്ട് തനിക്കെന്തിനാ സ്ഥലം? അതാ ഞാനും ചോദിക്കണേ. ഇത് നിങ്ങളുടെ രണ്ടുപേരുടെ ഉള്ളിൽ തീരേണ്ട പ്രശ്നമാണ്. പിന്നെ ഇങ്ങോട്ട് വലിച്ചേക്കേണ്ട ആവശ്യമില്ല. ഇത് എവിടെയാ പ്രശ്നം ഇല്ലാത്തത്? ഏത് വീട്ടിലെ പ്രശ്നം ഇല്ലാത്തത്? നിങ്ങൾ രണ്ടും ഒന്നല്ലേ? ഷാഹിദാന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ ഫാസിൽ അത് വന്ന് ചോദിക്കണേ. അവന്റെ പെങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ അതിന്? അപ്പൊ ഇങ്ങോട്ട് പറയണ്ട. അപ്പൊ പുള്ളിയുടെ വിഷമം കണ്ട് മനസ്സിലാക്കി ചോദിപ്പിക്കാനും കൂടി ഇടവരുത്തരുത്. ആ വിഷമം മനസ്സിലാക്കി ഇന്നേട്ടെ ഇത് കൊണ്ടുപോയി എന്താന്ന് വെച്ചാൽ ചെയ്യുന്ന പറയേണ്ടവളാണ് ഷാഹിദ. അത് ചെയ്തില്ല. അതിന്റെ ഇടയ്ക്ക് അതിന് കണക്കും കൂടി പറഞ്ഞാലത്തെ അവസ്ഥ എന്താ? എന്താ മിണ്ടാത്തെ? ഒരു നല്ല തീരുമാനം എടുക്കും. എനിക്ക് കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല. അത് മതി. ഇനിയിപ്പോ അങ്ങോട്ട് പോകാമോ? കൊടുക്കാൻ സമ്മതാണല്ലോ. ഇനി വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാ കണ്ണു കൊടുക്കി സന്തോഷമായിട്ട് വന്നിട്ട് ആ ബാ വാ.